രാത്രി ചിന്തിക്കുവാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 25 വാക്യം മുതൽ 28 വാക്യം വരെ വായിക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്നു തല പൊക്കുവിൻ. അപ്പോൾ ചില സംഭവങ്ങൾ കർത്താവ് പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടെ വരുന്നത് അവർ കാണും. ആരാ? കാത്തിരിക്കുന്നവർ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുകൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. സന്തോഷമുള്ളവരെല്ലാ കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ഗോഡ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം ഭരിക്കുന്ന എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവർക്കല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപേ വെളിപ്പാട് 13:16 എഴുതിയെങ്കിൽ ഇന്ന് ലോകത്തിൽ അത് നിറവേറുവാൻ തുടങ്ങി. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. നെറ്റിയിലും വലത്തെ കൈയിലും ചിപ്പ് വെച്ച് നിയന്ത്രിക്കാമെന്ന് സയൻസ് കണ്ടുപിടിച്ചെങ്കിൽ ഇന്ത്യയിൽ 1.5 വർഷങ്ങൾക്കകം എല്ലാവർക്കും നമ്പർ ലഭിക്കുവാൻ തുടങ്ങുമെന്ന് വായിച്ച് നിങ്ങൾക്കറിയാം. ഗവൺമെന്റ് 100 കോടി രൂപ ചെലവാക്കി നന്ദൻ നീലക്കനി ഇൻഫോസിസ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, സകല ആളുകൾക്കും നമ്പർ അടിക്കാൻ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവിൻ. ഈ മീറ്റിംഗ് യാദൃച്ഛികമല്ല, ഇത് ദൈവിക നിർണയമാണ്. ഇതൊരു വചനത്തിന്റെ നിർവൃത്തിയാണ്, ഇതൊരു നിവൃത്തിയാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യം നിവർത്തിക്കുക. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി. രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്താനല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിനെതിരല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാ. നീ